Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കേക്കുകൾ കൊണ്ടാണ് ഞാൻ ഈ ഡെസേർട്ട് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫയർലെസ് കുക്കിങ്ങിൻ്റെ 8th ഡേ ആണിന്ന്. അപ്പോൾ നമുക്കിനി ഈ ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ അറേസ്വേൾഡ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ഈ ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കുകളാണ് എടുക്കുന്നത്. പ്ലം കേക്കും കുറച്ച് പ്ലെയിൻ കേക്കാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഡെസേർട്ട് ഇവിടെ തയ്യാറാക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് പ്ലെയിൻ കേക്ക് എടുത്ത് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കുകയാണ്. അത് മിക്സി ജാറിലേക്ക് ഇട്ട് ഇനി നല്ലപോലെ നമുക്കൊന്ന് പൗഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ പൗഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് പ്ലം കേക്കും ഒന്ന് പൗഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കേക്കും ഇതുപോലെ പൗഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഓരോരോ ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഡെസേർട്ട് തയ്യാറാക്കാം. ഇനി നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ച പ്ലം കേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊടിച്ചു വെച്ച പ്ലെയിൻ കേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ പ്ലം കേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായി ചേർത്ത് ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഐഡിയനുസരിച്ച് നമുക്ക് ഈ ലെയർ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഈ ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഡെസേർട്ട് ഒന്നുകൂടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടി ഞാൻ പ്ലം കേക്കിൻ്റെ പീസസ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഡെസേർട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, നമ്മുടെ ഈ അറേസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നാളെ 3 മണിക്ക് മറ്റൊരു ഫയർലെസ് കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.